ഇന്നൊരു ഡമ്മി കേക്ക് കണ്ടാലോ. ഡമ്മിയാണ് താഴെ 8 ഇഞ്ചിന്റെ ഡമ്മിയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് മുകളിലായിട്ടാണ് കേക്ക് വരുന്നത് കേട്ടോ. അപ്പം ഞാൻ ഒരു 6 ഇഞ്ചിന്റെ ആണ് മുകളിലത്തെ എടുത്തിരിക്കുന്നത്. 1 kg ആണ്. 4 ലെയർ ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ചോക്ലേറ്റ് ആട്ടോ കേക്ക് വരുന്നത്. പൊന്നുവിന്റെ ഇടവും വല്ലതും നിൽക്കുന്നുണ്ട്. ഇത് അമ്മ എങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി. ഡമ്മി ആയതുകൊണ്ട് പിള്ളേരും എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഡമ്മി കേക്ക് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. ഞാനിപ്പം ചെറിയൊരു ബിഗിനറാണെന്ന് എനിക്ക് തോന്നുന്നു ഡമ്മിയുടെ കാര്യത്തിൽ. പിന്നെ എന്താണെങ്കിലും സക്സസ് ആയിട്ട് എനിക്ക് കിട്ടി കേട്ടോ. ഞാൻ അതിന് മുകളിലോട്ട് കേക്ക് സെറ്റാക്കിയത് വെച്ചു. പിന്നെ ഫ്രഷ് ഫ്ലവർ കൊണ്ടാണ് നമ്മളിത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഫോണ്ടൻറ്റും കൊണ്ടൊന്നും ചെയ്യാനുള്ള മടി കൊണ്ടാണ്. നമ്മുടെ വീട്ടിലോട്ട് തന്നെയുള്ള കേക്കായിരുന്നു. ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്കും പിള്ളേരുടെ ബർത്ത്ഡേക്കും എല്ലാം കൂടെ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കേക്കായിട്ട് ചെയ്തത്. പിള്ളേരുടെ ബർത്ത്ഡേക്ക് കേക്ക് ഉണ്ടാക്കിയില്ലായിരുന്നു. ഇങ്ങനെ ഹോം ബേക്കേഴ്സിന് ഏറ്റവും മടി കേക്ക് ഉണ്ടാക്കാനല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കേക്ക് ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പം ഡ്യൂട്ടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഫ്രഷ് ഫ്ലവർ നമ്മൾ ഫ്രണ്ടിൽ വെച്ചു. പിന്നെ ഞാൻ തെർമോക്കോളിലോട്ട് ഫ്ലവർ കുത്തിയപ്പോൾ ഇറങ്ങുന്നില്ലായിരുന്നു. അതുകൊണ്ട് അത് ഞാൻ കേക്കിലോട് തന്നെ ആട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചത്. താഴെ ഫ്ലവർ വെക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു ഐഡിയ. പക്ഷേ നമ്മുടെ തെർമോക്കോളിലോട്ട് ഫ്ലവറിൻ്റെ ആ ഒരു തണ്ട് അങ്ങോട്ട് ഇറങ്ങുന്നില്ലായിരുന്നു. പിന്നെ ഇതായിരുന്നു ഫൈനൽ ലുക്ക്. അപ്പം ടാറ്റ ബൈ ബൈ, സീ യു.